കൂട്ടമായിട്ട് വരുന്ന പിന്നെ കുട്ടികളും ഇതൊക്കെയായിട്ട് വരുന്ന കൂട്ടാനകളാണെങ്കിൽ ഓ ഇപ്പോഴും അതിന്റെ ആ പുക വന്നോണ്ടിരിക്കുക. കാർബൈഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കാർബൈഡ് ഇട്ട് നമുക്ക് ഉപയോഗിക്കാം. കാർബൈഡ് ഒരു പക്ഷേ കാർബൈഡ് ഇല്ല അത് വന്നു കഴിഞ്ഞാൽ സ്പ്രേ അടിച്ചും ഉപയോഗിക്കാം. എന്തോ പരിപാടി എന്തോ ഇത് ഈ കുരങ്ങിനെയും പിന്നെ പന്നിയൊക്കെ ഓടിക്കുന്ന പട്ടികളെയൊക്കെ ഓടിക്കുന്ന ഒരു ഇതായിരുന്നു. ഇതിപ്പോ ആനയൊക്കെ ഓടിക്കാൻ ഇവിടെ വെച്ചൊരു ആനശല്യമൊക്കെ തുടങ്ങി. ആനയൊക്കെ ഇങ്ങനെ രാവിലെ കൂട്ടമായിട്ട് വരും. അപ്പൊ അതിനെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് ഈ കുരങ്ങിനെ ഓടിക്കുന്നതിന് ഇങ്ങനെ ബൂട്ടിലൊരു സാധനം ഇല്ലായിരുന്നല്ലോ. ഇത് നേരത്തെ ഇല്ലായിരുന്നു. ഇതിപ്പോ നമ്മൾ വീണ്ടും അത് മോഡിഫൈഡ് ചെയ്തതാണ്. ആനയ്ക്ക് ഈ സാധനം വേണോ? ആനയ്ക്ക് ഈ സാധനം വേണമെന്നില്ല. പക്ഷെ ഇത് നമുക്ക് കാർബൈഡിലും പൊട്ടിക്കാം. കാർബൈഡ് ഇട്ട് പൊട്ടിക്കാം. ഇത് കാർബൈഡ് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമ്മൾ തുറന്ന് കാർബൈഡ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കാർബൈഡ് കൊണ്ട് പൊട്ടിക്കാം. അങ്ങനെ കാർബൈഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ ബോഡി സ്പ്രേ ഉണ്ട്. ബോഡി സ്പ്രേ അടിച്ച് നമുക്കിത് പൊട്ടിക്കാം. ഈ കാർബൈഡ് ഇടാൻ വേണ്ടിയാണ് ഇത്രയും ഓപ്ഷനും കൂടെ വരുന്നത്. ഇത്രയും ഫിറ്റിങ്ങുകൾ കാർബൈഡിന് വേണ്ടിയിട്ട്. അത് എങ്ങനെ നമുക്ക് കാണിക്കാം? കാർബൈഡ് നമ്മൾ ഈ അടപ്പ് തുറന്ന് ഇതിനകത്ത് നമ്മൾ കാർബൈഡ് ഇട്ട്. കാർബൈഡ് വലിയ പീസാണോ? അത്രയും വേണ്ട, ചെറിയ പീസ് ഇട്ടാൽ മതി. കാർബൈഡ് ഇട്ടിട്ട് പിന്നെ വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചെങ്കിൽ അത് പ്രവർത്തനമാവും. അത് തിളച്ച് കണ്ട അതിൽ നിന്ന് ഗ്യാസ് വരും, പുക വരും അല്ലയോ? ഇത് ഭയങ്കരമാണല്ലോ. പുക വരും. ഇത് നമ്മൾ അടച്ച് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തിട്ട് ഇത് നമ്മൾ കുറച്ച് കുലുക്കി ഒന്ന് കുലിച്ച് ഇതിനകത്ത് ഗ്യാസ് നിറയുമ്പോൾ നമുക്ക് അടിച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ നമുക്ക് അടിച്ച് പൊട്ടിക്കാം. കാർബൈഡ് ഇട്ട് ശകലം വെള്ളം ഒഴിക്കുമ്പോൾ ഇത് പ്രവർത്തനമായിട്ട് ഇതിൽ നമ്മൾ ഗ്യാസ് നിറയും. അപ്പം നമ്മളിത് അടച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുലുക്കി ഒന്നുകൂടെ പ്രഷർ ആവുമ്പം. ഇപ്പം ഇവിടെ ആനശല്യം ഉണ്ടെന്ന് പറഞ്ഞ്, അന്നേരം ഇത് ഒരടിയൊക്കെ അടിക്കുമ്പോഴത്തേക്ക് ആന പോവും. ആന പോവും. കല്ലൊന്നിട്ട് അടിക്കരുത്. സൗണ്ട് കേൾക്കുമ്പോൾ ആന പോവും. ഈ ഒറ്റയാനൊന്നും പോകത്തില്ല. അല്ലാതെ കൂട്ടമായിട്ട് വരുന്ന പിന്നെ കുട്ടികളും ഇതൊക്കെ ആയിട്ട് വരുന്ന കൂട്ടാനകളാണെങ്കിൽ പോവും. ഇത് തീർച്ചയായിട്ടും കർഷകർക്ക് വലിയ ഉപകാരപ്രദമായ കാര്യമാണ്. ഇങ്ങനെ ആനശല്യം, അങ്ങനെയുള്ള മൃഗങ്ങൾ ശല്യമുള്ളിടത്ത് ഇതിനെ ഒന്ന് പേടിപ്പിച്ചു വിടാം. അന്നേരം ഞാൻ ഒരു കാര്യം ചോദിച്ചത്, നമ്മൾ മെറ്റേത് ഉണ്ടാക്കിയപ്പോൾ അതിൽ എന്തൊക്കെയാണ് വേണ്ടെന്ന് അതെല്ലാം എണ്ണം പറഞ്ഞു തന്നായിരുന്നു. ഇത് ഒന്ന് വിശദീകരിച്ച് തരാൻ പറ്റും? അതിന്റെ അളവും അതൊക്കെ ഒന്ന് വിശദീകരിച്ച് തരാം. അന്ന് പറഞ്ഞതിൽ തന്നെ ഇപ്പൊ ഇതിന്റെ ഈ ഫ്രണ്ടിലിട്ട് റെഡ്യൂസർ ഒരെണ്ണം ബാക്കിലിട്ട് ഇവിടെ നമ്മളൊരു പിന്നെ മൊത്തത്തിൽ ഒന്ന് പറഞ്ഞു തരണം. മൊത്തത്തില് ഇവിടെ ആകുമ്പം എന്തൊക്കെ സാധനങ്ങളാ വാങ്ങിച്ച് സെറ്റ് ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. 4 ഇഞ്ചിന്റെ ഒരു പൈപ്പ്, ഒരു 9 ഇഞ്ച്, ഇവിടെ ഒരു റെഡ്യൂസർ, ഇതൊരു ബുഷ്, ഇവിടെ ഈ ഒരു 1.25 ഇഞ്ച് പൈപ്പ്, ഇവിടെ ഒരു റെഡ്യൂസർ, ഇവിടെ നമുക്ക് പിന്നെ 1.5 ഇഞ്ചിന്റെ ഒരു ഡോർട്ടി പൈപ്പ് വെച്ച് നമ്മളത് പൈപ്പ് ഇട്ട് എൻഡ് ക്യാപ്പ് ഇട്ട് അടയ്ക്കുക. നമ്മൾ ലൈറ്റർ നമ്മളിവിടെ ഈ സൈഡിൽ ഫിറ്റ് ചെയ്യുക. ഈ സൈഡിൽ നമ്മളിങ്ങനെ ലൈറ്റർ ഫിറ്റ് ചെയ്യുക. ലൈറ്റർ ഫിറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു കൈ കൊണ്ട് നമുക്ക് ഇങ്ങനെ ഇത് പിടിച്ചുകൊണ്ട് നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാം. അപ്പൊ അത് ഇവിടെ നിൽക്കുന്നവർക്ക് കാണാനും പറ്റും. മറ്റേ ഈ ടാപ്പ് പോലെ മേളി അടപ്പുള്ള അതും എക്സ്ട്രാ വാങ്ങി തന്നോ? അല്ല, ഇത് ഡോർട്ടിയാണ്. ഡോർ എന്ന് പറയുന്നത് ഡോർട്ടി. അപ്പൊ നമുക്ക് ഈ കാർബൈഡ് ഇടാനും ഉണ്ട്. കാർബൈഡിന്റെ ഇത് വരുന്നതാണ്. ഇപ്പോഴും അതിന്റെ ആ പുക വന്നോണ്ടിരിക്കുക. കാർബൈഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കാർബൈഡ് നമുക്ക് ഇതിലെ ഇട്ട് ശകലം വെള്ളം ഒഴിച്ചിട്ട് ഇതങ്ങ് അടച്ചു കൊടുക്കും. നമ്മൾ നേരത്തെ സ്പ്രേ വെച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഈ കുരങ്ങൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഇത് ആന പോത്തില്ലയോ? പോവും. അത് സ്പ്രേ വെച്ചടിച്ചാലും ആന പോവും. ചിലര് നമുക്ക് ഇതിന്റെ ഇന്ധനമായിട്ട് ചിലര് പിന്നെ നമ്മള് ബോഡി സ്പ്രേ ഉപയോഗിക്കാം. നമുക്ക് ഈ കാർബൈഡ് ഉപയോഗിക്കാം എന്നുള്ളത്. രണ്ടിലും ഒരേ സൗണ്ട് കിട്ടുന്നുണ്ട്. രണ്ടിലും നല്ല സൗണ്ട്, ഒരേപോലെ നമുക്ക് സൗണ്ട് കിട്ടും. അത് നമ്മൾ അത് ചെയ്യുന്നത് അനുസരിച്ചിരിക്കും. ഇതിനകത്ത് ചിലർക്ക് ഇത് സൗകര്യം, ഈ കാർബൈഡ് ഇട്ട് ചെയ്യുന്നത് ചിലർക്ക് സൗകര്യമാണ്. നമുക്ക് സ്പ്രേ ഇട്ട് ചെയ്യുന്നത് നമുക്ക് സൗകര്യം. ഞാൻ കൂടുതലും അങ്ങനെ സ്പ്രേ ആണ് ഉപയോഗിക്കാറ്. പിന്നെ ഇത് നമ്മളൊരു പുതിയ മോഡൽ ഇപ്പൊ ഒന്ന് ചെയ്തു നോക്കിയതാ. ഇതെങ്ങനെ ഉണ്ട്. ഇതിൽ നമുക്ക് രണ്ടും ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് കാർബൈഡ് ഇടാം. ഇതിനകത്ത് കാർബൈഡ് മാത്രമല്ല സ്പ്രേ ഉപയോഗിക്കാം. നമുക്ക് കാർബൈഡ് ഇട്ട് നമുക്ക് ഉപയോഗിക്കാം. കാർബൈഡ് ഒരു പക്ഷേ കാർബൈഡ് ഇല്ല അത് വന്നു കഴിഞ്ഞാൽ സ്പ്രേ അടിച്ചും ഉപയോഗിക്കാം. കാരണം അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് അടച്ചിട്ടില്ല. ഇവിടെ നമ്മളിത് അടച്ചിട്ടില്ല. അപ്പൊ നമുക്ക് എക്സ്ട്രാ ആയിട്ട് 2 ഐറ്റം കൂടെ വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു ഇത് വേണം. അപ്പൊ നമ്മൾ ലൈറ്റർ കുറച്ചുകൂടെ വെളിയിൽ വെച്ചാൽ നമുക്കതൊരു സൗകര്യം. നമുക്ക് ഇങ്ങനെ ഈ വിരലിൽ ഇങ്ങനെ പ്രസ് ചെയ്തൊക്കെ രീതി കയ്യെ വലിയ ഇതില്ല. അതുള്ള സ്പ്രേ ചെയ്ത രീതി ലൈറ്റർ കുറച്ചുകൂടെ നമ്മുടെ സൗകര്യത്തിൽ ഉപയോഗിക്കത്തോണം അങ്ങനെ നമ്മൾ ചെയ്തു എന്നുള്ളത്. ചിലർ ഈ ഭാഗത്തൊക്കെ വെച്ചു. അപ്പൊ നമ്മൾ പ്രത്യേകം ഇങ്ങനെ കൈ എടുക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ പിടി പോകും. ഇതാകുമ്പോൾ നമുക്ക് ഇവിടെ പിടിയിരിക്കും. നമുക്ക് പിടിച്ച് നമ്മളൊരു തോക്ക് ഉപയോഗിക്കുന്നതല്ല തന്നെ നമുക്ക് മറ്റേതിനെക്കാട്ടിലും എളുപ്പം ഇതാണോ?
ഏതാണ്? മറ്റേ നമ്മൾ ആദ്യം കുരങ്ങനെ ഓടിക്കുന്നതിന്റെ കാണിച്ചല്ലോ. ഇത് കുറച്ചുകൂടെ നമുക്കൊരു പിടുത്തം കിട്ടും. ഇതാകുമ്പോൾ നമുക്കൊരു ഹാൻഡിൽ, ഇതാകുമ്പോൾ നമുക്ക് അതിനാണ്ട് നമ്മളിത് കുറച്ചൊരു പിടുത്തത്തിന് ഒരു ഗണ്ണിന്റെ മോഡൽ. അതായത് നമുക്ക് ഇവിടെ ഒരു പിടുത്തം, ഫ്രണ്ടിലെ ബാരലിലുള്ള പിടുത്തം, നമുക്ക് ഇതിന്റെ ബട്ടർ എന്ന് പറയും ഇവിടെ. അപ്പൊ അവിടെ നമുക്കുള്ള ആ ഒരു പിടുത്തം നമുക്ക് അവിടെ തന്നെ നമുക്ക് പ്ലഞ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റിംഗ് ആണ്. ഓക്കെ, എന്തായാലും നമ്മുടെ വനമേഖലകളിലൊക്കെ ഉള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും ഇത്. മാക്സിമം ഷെയർ ചെയ്യുക അല്ലയോ? ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അണ്ണൻ്റെ നമ്പർ വെച്ചേക്കാം, എന്നെ വിളിച്ചാൽ. അതെ. അപ്പോൾ നേരത്തെ ഇതൊരു 3-4 ചാനൽ എടുത്തിട്ടെങ്കിലും ഇതിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയതെന്ന് പറഞ്ഞാൽ അച്ചയൻസ് മീഡിയ. അപ്പോൾ എന്നെ വിളിക്കുന്നവരെല്ലാം പറയും അച്ചയൻസ് മീഡിയ കണ്ട്, അതുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ അച്ചയൻസ് മീഡിയയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടതും ഷെയർ ചെയ്തതും എന്നെ ആവശ്യപ്പെടുന്നതും എല്ലാം. അതങ്ങനെ ഞാനിപ്പോൾ ഇതൊരു 10-30 എണ്ണം അയച്ചു കൊടുത്തു. നമ്മൾ പോസ്റ്റലിലായിട്ട് കൊറിയറിൽ അയച്ചു കൊടുത്ത് അവർക്കെല്ലാം പിന്നെ നല്ല സക്സസ് ആയിട്ട് അവർ ഉപയോഗിക്കുന്നു. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ നമ്പറിൽ വിളിച്ച് പറഞ്ഞ് ഞാനിത് അയച്ചു കൊടുക്കാം. അത് മാക്സിമം ഷെയർ ചെയ്യുക.